സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിലെ കേന്ദ്രവിഹിതം 2023-24 വർഷം ഉച്ചഭക്ഷണ പരിപാടി നടത്തിയതിൻ്റെ ഭാഗമായി 54 കോടി രൂപ കേന്ദ്ര ഗ്രാൻറ്റ് ലഭിക്കാനുണ്ട്. അധിക വിഹിതം ഉൾപ്പെടെ പ്രതിവർഷം ശരാശരി 16 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചിരുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷം 14.25 ടണ്ണാക്കി കുറച്ചിരിക്കുകയാണ്. ഭരണഘടനാപരമായി തന്നെ നമ്മുടെ രാജ്യത്ത് ചെലവ് ബാധ്യതകൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്കാണ്. 5 വർഷത്തെ ആസൂത്രണത്തോടെയാണ് സംസ്ഥാനം അതിൻ്റെ ഫിസ്ക്കൽ പോളിസി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വെട്ടിക്കുറക്കൽ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ധനഞെരുക്കം ഉണ്ടാക്കും. കേരളത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ ധനഞെരുക്കം കേന്ദ്ര സർക്കാർ നിലപാട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ധനകാര്യ ചെലവുകളോടെ കേരളം പടുത്തുയർത്തിയ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കാനുള്ള കാരണമാക്കുകയാണ്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താതെ മറ്റു നിവൃത്തിയില്ല എന്ന നിലയാണ് വന്നിരിക്കുന്നത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ സമരം നടത്താൻ നിർബന്ധിതമാകുന്നത്. ഉപരോധ സമാനമായ കേന്ദ്ര നിലപാട് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ച് ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ച സ്വരം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് ഫെബ്രുവരി 8-നാണ് സമരം സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മന്ത്രിമാർ, MLA-മാർ, MP-മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിൽ അണിചേരും. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമരം നമ്മുടെ നാട് നേരിടുന്ന അനീതിക്കെതിരെയുള്ള യോജിച്ച പോരാട്ടമായി മാറേണ്ടതുണ്ട്.